ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യാൻസൂൺ ടോക്സ്. യാൻസൂൺ ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എന്തിനെ കുറിച്ചാണ്? അതെ, ഇന്ന് ഏറ്റവും കൂടുതൽ പത്രമാധ്യമങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആ പേര് അർജുൻ. അർജുൻ എന്ന നമ്മുടെ സഹോദരനെ ഇന്ന് നമുക്ക് കാണാതായിട്ട് 8 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു വാർത്ത കേൾക്കുന്ന ഏതൊരു മലയാളിക്കും ഇത് സഹിക്കാൻ കഴിയാത്തൊരു വാർത്തയായിരിക്കും. കോഴിക്കോട് സ്വദേശിയായ അർജുൻ എന്താണ് സംഭവിച്ചത്? നമുക്ക് ആദ്യം ഇതിനെക്കുറിച്ച് പറയുന്ന ആ ന്യൂസ് ഒന്ന് കേട്ടു നോക്കാം. കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ 8ാം ദിവസവും തുടരുകയാണ്. ലോറി പുഴയിലേക്ക് ഒഴുകിപ്പോയെന്ന നിഗമനത്തിൽ ഇന്ന് പുഴയിലാകും തെരച്ചിൽ. പ്രദേശത്ത് ഒരു സ്ത്രീയുടെ മൃതദേഹം കൂടി കണ്ടെത്തി. അപകട സമയത്ത് ഗംഗാവാലി പുഴയിലൂടെ തടി അടക്കം ഒഴുകുന്നതിന്റെ ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. ഇത് അർജുന്റെ ലോറിയിലെ തടിയാണെന്ന് സംശയമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഷഫീഖ് നസറുള്ള സംഭവ സ്ഥലത്ത് നിന്ന്. ഷഫീഖ്, ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? എവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ന് പരിശോധന? കരയിലെ മണ്ണ് പൂർണ്ണമായും നീക്കം ഇന്നലെ ചെയ്തിരുന്നു. ഇന്ന് പുഴയിലാണ് പരിശോധന നടക്കുന്നത്. പുഴയിൽ സാധാരണ നടക്കുന്ന പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അത് നേവിയുടെ സ്ക്യൂബ ടീമിൻ്റെ നേതൃത്വത്തിൽ ബോട്ടുകളിൽ പുഴയിലിറങ്ങിയുള്ള പരിശോധനയാണ് ആരംഭിച്ചത്. പുഴയിൽ മണ്ണ് കൂടിയിട്ടുണ്ട്. ഈ ശക്തമായ ഒഴുക്കിൽ മണ്ണും കല്ലും വേഗതയിൽ വന്ന് പുഴയുടെ മറുകരയിലുണ്ടായിരുന്ന വീടുകളടക്കം ഒലിച്ചു പോകുന്ന സ്വഭാവത്തിൽ അത്രയും ശക്തം. കർണാടകയിലെ ഷിരൂരിലെ അങ്കോളയിലാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. മണ്ണിടിച്ചിൽ നടന്നിട്ട് 8 ദിവസങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും അർജുൻ എവിടെയാണ്? അർജുന്റെ ലോറി, അർജുനും ലോറിയും, അർജുൻ ഏതുമായി ബന്ധപ്പെട്ടാണ്? ലോറി എന്ന് പറയുന്ന, നമുക്കറിയാം ലോറി എത്രയും വലിയൊരു വാഹനമാണ്. ഇപ്പോ അർജുൻ സഞ്ചരിച്ചിട്ടുള്ള ലോറി, അല്ലെങ്കിൽ അർജുൻ എവിടെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്, ആ ലോറിയുടെ ഒരു തടി കഷ്ണം പോലും, ഒരു പൊടി കഷ്ണം പോലും കണ്ടെത്താനായിട്ടില്ല. അതേപോലെ തന്നെ അർജുനെയും കണ്ടെത്താനായിട്ടില്ല. വല്ലാത്ത ഒരു ഞെട്ടിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ നമുക്ക് നൽകുന്നത്. കാരണം ഇത്രയും ദിവസങ്ങളായിട്ടും എന്തുകൊണ്ടാണ് ഇതിന് കൃത്യമായി ഒരു രീതിയിൽ കണ്ടെത്താൻ സാധിക്കാത്തത് എന്നൊരു വലിയൊരു ചോദ്യചിഹ്നം നമ്മളെപ്പോലെയുള്ള ഓരോ മലയാളികൾക്കും ചോദിക്കാനായിട്ടുണ്ടാവും. നമുക്കറിയാം, മീഡിയയും പോലീസും എത്രയും കാലം ഏതൊരു കാര്യത്തിലും ഇടപെടുന്നത് പോലെ തന്നെ ഇതിലും അവർ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അർജുനെ കണ്ടെത്താനായിട്ടില്ല? 4 ദിവസങ്ങൾക്ക് മുമ്പ് അർജുന്റെ വീട്ടുകാർ പറയുന്നുണ്ട് അർജുന്റെ ഫോൺ റിങ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ ആക്ച്വലി ഈ ഒരു വാർത്ത ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അർജുനെ കിട്ടി എന്നൊരു സന്തോഷ വാർത്തയോട് കൂടിയിട്ട് ചെയ്യാമെന്നായിരുന്നു. പക്ഷെ ഇത്രയും ദിവസമായിട്ടും അർജുനെ കുറിച്ച് ഒരു കൃത്യമായ ഒരു ഇൻഫർമേഷൻ നമുക്ക് കണ്ടെത്താനാവുന്നില്ല എന്ന് പറയുമ്പം അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. അറിയാം, വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. നമ്മുടെ സഹോദരൻ, കോഴിക്കോട് സ്വദേശിയായ നമ്മുടെ സഹോദരൻ അർജുൻ ഇപ്പൊ ഏതൊരു സ്റ്റാറ്റസുകളിലെ എന്നല്ല, നമ്മൾ ഏതൊരു വാർത്തയിലാണെങ്കിൽ പോലും ഇപ്പൊ അർജുന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോ അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇപ്പോ പുഴയിൽ നല്ല സമഗ്രമായ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. പല തരത്തിലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച്, മണ്ണ് മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് തിരച്ചിൽ നടത്താൻ വേണ്ടിയിട്ട് ഗോവയിൽ നിന്നും മാംഗ്ലൂരിൽ നിന്നും ഒരുപാട് യന്ത്രങ്ങൾ കയറ്റി അയക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് കേൾക്കാനിടയായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം ഇത്രയും ദിവസങ്ങളും ആയിട്ടും എന്തുകൊണ്ടാണ് ഇത് ഇത്ര തരത്തിൽ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പോലും അവിടെയുള്ള ജേർണലിസ്റ്റുകൾ പറയുന്നുണ്ട് ഇവിടുത്തെ അന്തരീക്ഷത്തിൽ എന്തും സംഭവിക്കാം എന്നുള്ളതാണ്. കാരണം കാലാവസ്ഥ വ്യതിയാനം ആ തരത്തിലേക്കാണ് കാര്യങ്ങൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ അവിടെ നിൽക്കുന്നത് വളരെ നല്ലൊരു അന്തരീക്ഷമാണെങ്കിലും എപ്പം വേണമെങ്കിലും മണ്ണിടിച്ചിലുണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. അപ്പം വല്ലാത്ത ഒരു കടുത്ത ഒരു അവസ്ഥയിലൂടെയാണ് അവിടെ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്നും സർവൈവ് ചെയ്തിട്ടുള്ള ആളുകളും അവരുടെ മൊഴികളിൽ പറയുന്നുണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലൂടെയാണ് അവർ കടന്നു പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഇത്ര ദിവസങ്ങളായിട്ടും 8 ദിവസമായിട്ടും നമുക്ക് അർജുൻ എവിടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരുപാട് ലോഡ്സുമായിട്ട് കയറ്റിയിട്ടുള്ള ആ ലോറിയുടെ ഒരു തരത്തിലുള്ള ഒരു പൊടി പോലും കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അത് വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിട്ട് അത് മാറുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട
മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു യാഥാർത്ഥ്യം, ഇതുപോലെയുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? നമുക്കറിയാം അതിന്റെ മുന്നേ ഇതിനകത്ത് പല ആളുകൾ കമന്റ് ബോക്സിലായിട്ടും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ പുഴയുടെ തിരച്ചിലിന്റെ മുന്നേ തന്നെ അവർ വേറെ തരത്തിലൊരു തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അർജുന് കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ ഈ പുഴയുടെ തെരച്ചിൽ കുറച്ച് മുന്നേ ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അർജുനെ കിട്ടുമായിരുന്നു എന്നൊക്കെ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയില്ല എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. അവിടെയുള്ള ദൃക്സാക്ഷികൾ അവരുടെ മൊഴികൾ നൽകിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചും നമുക്കറിയാം ഓരോ ചാനലുകളിലും പറയുന്ന ജേർണലിസ്റ്റുകൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കുക, അതിലപ്പുറത്തേക്ക് നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ പറയുന്നതിൽ എത്രത്തോളം ശരിയുണ്ട്, അവർ പറയുന്നതിൽ എത്രത്തോളം തെറ്റുണ്ട് എന്ന് പോലും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതും ഒരു വല്ലാത്തൊരു വസ്തുതയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് പുഴയുടെ ഭാഗത്ത് തിരച്ചിലുകൾ, സമഗ്രമായ തിരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും, ഒരുപാട് യന്ത്രങ്ങൾ ഉപയോഗിച്ച് സ്ക്യൂബ ഡൈവിങ്ങിന്റെ ആളുകളൊക്കെയാണ് ഒരുപാട് തിരച്ചിലുകൾ നടത്തുന്നുണ്ട്. കുറച്ചു നേരത്തേക്ക് തിരച്ചിൽ അവർ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു, വീണ്ടും അവർ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പം എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സത്യത്തിൽ ഇപ്പോ എല്ലാ ന്യൂസ് ചാനലുകളിലും അർജുൻ എവിടെയാണ് എന്നല്ലെങ്കിൽ അർജുനെ എല്ലാവരും പറയുന്നത് അർജുനെ കിട്ടണം എന്നുള്ള തരത്തിൽ തന്നെയാണ്. പക്ഷെ ഏറ്റവും വലിയൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഈ 8 ദിവസം ആവുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്കൊരു ധൈര്യം, മനോധൈര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ചില കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ കൂടി പറയാന്നുള്ളതും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ് എന്നുള്ളത് നമുക്ക് സീക്രട്ട് ഏജന്റിന്റെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ ഗ്യാസ് ലീക്കേജ് ഉദ്യോഗസ്ഥർ വന്ന് ലീക്കേജ് അടച്ച് വലിച്ച് കയറ്റി കരയിലേക്ക് വെക്കുന്നതിന്റെ വിഷ്വൽസും ഞാനിവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. പ്ലസ് ഇതൊക്കെ എത്ര ദിവസം മുമ്പ് വന്ന ടാങ്കറിന്റെ വിഷ്വൽസാന്നുള്ളത് നിങ്ങൾ നോക്ക്. 3 ദിവസം 4 ദിവസം 5 ദിവസം മുമ്പ്, അതായത് ഈ ഇൻസിഡന്റ് നടന്നത് വെരി നെക്സ്റ്റ് ഡേ ഓർ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ടാങ്കർ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ലീക്കേജ് അടച്ച് കരയിലെടുത്ത് വെച്ചിട്ടുണ്ട് 7 കിലോമീറ്റർ അപ്പുറത്ത്. അപ്പൊ ആ ടാങ്കർ അന്ന് അവർ ലീക്കേജ് അടച്ച് വെച്ചതാ, അല്ലാതെ മിസ്സിംഗ് ആയ ടാങ്കർ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇതാ മിസ്സായ ടാങ്കർ അല്ല. മലയാളത്തിലെ ഇവിടുത്തെ ചാനലുകൾ, ന്യൂസ് ചാനലുകൾ പറയുന്ന പോലെ മിസ്സായ ടാങ്കർ അല്ല. നിങ്ങൾ നോക്ക്, ഇത് മലയാളം ചാനലുകളിൽ വന്ന ടാങ്കറിന്റെ വിഷ്വലും ഇപ്പുറത്തിരിക്കുന്നത് കർണാടക ചാനലുകൾ 4-5 ദിവസം മുമ്പ് കൊടുത്ത ടാങ്കറിന്റെ വിഷ്വൽസുമാണ്. ഈ ഫുട്ടേജ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ദ വെരി സെയിം ടാങ്കർ 4-5 ദിവസം മുന്നേ അവിടെ ഉദ്യോഗസ്ഥർ എടുത്ത് ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോയി വെച്ചു. അവിടെ ഒഴുകി വന്ന സ്ഥലത്ത് എടുത്ത് വെച്ചു. എന്നിട്ട് ആ ഗ്രാമം ഒഴിപ്പിച്ചു അവര്. ലീക്കേജ് എല്ലാം മാറിയതിനു ശേഷം പിന്നെ ആ ഗ്രാമത്തിലെ ആളുകളെ തിരിച്ചങ്ങോട്ട് കയറ്റി. അപ്പോ ഇതില് സീക്രട്ട് ഏജന്റ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, അതായത് ടാങ്കർ ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ ഈ നമ്മുടെ മലയാള ചാനലുകള്, നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസ് അതുപോലെയുള്ള മറ്റു പല ചാനലുകളും അറിയിച്ചിട്ടുള്ള ഒരു കാര്യം, റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇന്നലെയാണ് ടാങ്കർ കണ്ടുപിടിച്ചു എന്ന തരത്തിലുള്ള വാർത്തയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ സീക്രട്ട് ഏജന്റ് പറയുന്നു, നമുക്ക് കൃത്യമായി തന്നെ വിത്ത് പ്രൂഫാണ് സീക്രട്ട് ഏജന്റ് ഇത് കാണിക്കുന്നത്. അതായത് മലയാള ചാനലുകളിൽ അത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റു കർണാടകയിലെ പല ചാനലുകളിലും അത് കുറച്ച് ദിവസങ്ങൾ മുന്നേ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ടാങ്കർ ലീക്കേജ് അടച്ച് ആദ്യമേ തന്നെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതും കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഒരു ന്യൂസ് ചാനലിൽ മാത്രം അല്ലെങ്കിൽ എല്ലാ ന്യൂസ് ചാനലിലും പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്കിൽ കൂടി തന്നെ നമ്മൾ ചില കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കുക എന്നതും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ഒരു സാമൂഹിക ജീവി എന്ന തരത്തിൽ നമുക്ക് അതിൽ കൃത്യമായ ഒരു അവബോധം ഉണ്ടാവുക എന്നതും നമ്മുടെ വലിയൊരു ധർമ്മമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്, ഒരു ടാങ്കർ ബ്ലാസ്റ്റ് നടന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് നമ്മുടെ ചാനലുകൾ അത് പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഈ സാഹചര്യം അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ ഇത്രത്തോളം വലിയ സിറ്റുവേഷൻ ആണ് എന്ന് ആളുകളെ കാണിക്കാതിരിക്കാനും ആളുകളെ ആ തരത്തിലേക്ക് ഭീതി ഉണ്ടാക്കാതിരിക്കാനും ഒരു പക്ഷെ ചെയ്തതായിരിക്കാം. അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ വേറെ വല്ല പൊളിറ്റിക്സ് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. എപ്പോഴും നമുക്ക് അറിയുന്ന ഒരു കാര്യം, നമ്മളോട് മീഡിയ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു എന്നതാണ്. അതിലപ്പുറത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 8 ദിവസമായിട്ടും അർജുനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല.
അത് വല്ലാത്തൊരു വേദനയാണ്. ആ കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്രത്തോളം വിഷമത്തിലൂടെ ആയിരിക്കും ആ കുടുംബം ഓരോ മൊമെന്റും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഇന്നും ഞാൻ ചാനലുകളിൽ കണ്ടു, പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവരിയ്ക്കുന്നത്. അവരുടെ മകൻ വരുമെന്ന പ്രതീക്ഷയോടെ, അല്ലെങ്കിൽ അവരുടെ സഹോദരൻ വരുമെന്ന പ്രതീക്ഷയിൽ. ആ കുടുംബത്തിനൊരു ഉത്തരം നമുക്ക് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാൻ അവർക്കൊരു ക്ലോഷർ കിട്ടണം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അപ്പോ ഈ പറയുന്ന പോലെ 40 ടണ്ണിലേറെ അത്രയും ഭാരമുള്ള ഒരുപാട് തടിക്കഷ്ണം കയറ്റിയിട്ടുള്ള ഒരു ലോറി ഇങ്ങനെ മണ്ണിടിച്ചില് പെട്ടിട്ടാണെങ്കിൽ കൂടി തന്നെ അതിന്റെ ഒരു പൊടി പോലും കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഈ ഒരു വാർത്ത വളരെയധികം നമ്മളെപ്പോലെയുള്ള പലരെയും ഞെട്ടിപ്പിക്കുന്നത്. കാരണം അതിന്റെ ഒരു പൊടി പോലും കണ്ടെത്താൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, ഈ ഒരു വിഷയം നടന്ന സമയത്ത് 10-ലേറെ ആൾക്കാർക്ക് അപകടം ഉണ്ടാവുകയും എന്നാൽ 8 പേരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അർജുന്റെ മൃതദേഹം പോലും ഇപ്പൊ കണ്ടെത്തിയിട്ടില്ല. അർജുനെ ഇപ്പോഴും 8 ദിവസമായിട്ട് കാണാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അർജുൻ ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് എനിക്കറിയില്ല. എനിക്കത് പറയാനും നമുക്കറിയില്ല. ഇത്രയും ഒരു ഇതാവുന്ന സമയത്ത് ഒരു മനുഷ്യന് ശ്വാസം എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റും? അപ്പം ഒരു തരത്തിലും നമുക്ക് ഒരു എവിഡന്റ് പോലും നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ്. ഇത്രയും തിരച്ചിലുകൾ നടന്നിട്ടും അത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടു സുരേഷ് ഗോപിയുടെ ഏതൊക്കെയോ ചാനലുകാർ ചോദിക്കുന്നതിൽ സുരേഷ് ഗോപി എന്തൊക്കെയോ കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റു പല MLA-മാരും പല കാര്യങ്ങളും പറയുമ്പോൾ അതിന്റെ താഴെ പലരും കമന്റ് ഇടുന്നത് കണ്ടു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മറ്റു പല മന്ത്രിമാരുടെയും മുന്നിൽ അല്ലെങ്കിൽ അവരെ നിങ്ങൾ ഈ പറയുന്ന പോലെ മോശവാക്കുകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ പറയുന്നതിലല്ല കാര്യം. യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ എന്തൊരു വിഷയത്തിനെയും അതിനെ പൊളിറ്റിക്കലായിട്ട് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവരെ കുറെ തെറി പറയുക എന്നുള്ളതിൽ എന്ത് ഐഡിയ ആണുള്ളത്? അത് മാത്രമല്ല, ഇദ്ദേഹം പറയുന്നുണ്ട്, സീക്രട്ട് ഏജന്റ് പറയുന്നുണ്ട്, ഇതിലെ സർവൈവേഴ്സ്, അവരുടെ ഓഡിയോസും ഞാൻ നിങ്ങൾക്ക് ഇതിൽ വെക്കുന്നുണ്ട്. ആ സർവൈവേഴ്സ് പറയുന്നുണ്ട് ഒരു ടാങ്കർ ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഈ ടാങ്കർ ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട് എന്നുള്ളത് എന്തുകൊണ്ട് നമ്മുടെ മീഡിയ അറിയിക്കുന്നില്ല? എന്തുകൊണ്ട് ഒരു മലയാള മീഡിയയിലും ഇത് കൃത്യമായിട്ട് പറയുന്നില്ല? അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത്ര ദിവസമായിട്ടും നമുക്ക് ഒരു തരത്തിലൊരു ഇൻഫർമേഷൻ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ടാങ്കർ ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ സ്വാഭാവികമായിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു ലോജിക്കൽ തോട്ട് വെച്ച് ചിന്തിച്ചു നോക്കും. ഒരു ടാങ്കർ ബ്ലാസ്റ്റ് നടന്നു കഴിഞ്ഞാൽ ഒരു പൊടി പോലും കിട്ടത്തില്ല. കാരണം അതും പ്രത്യേകിച്ച് ഒരു ടാങ്കർ ബ്ലാസ്റ്റ് നടക്കുമ്പോഴുള്ള സിറ്റുവേഷൻ നമുക്കറിയാം. അത് വെള്ളത്തിലും ഈ പെരുമഴയത്തും ഈ കാറ്റിലും അതിശക്തമായ മണ്ണിടിച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് വാർത്തയിൽ കേട്ടിട്ടുള്ളത്. അപ്പൊ അതിശക്തമായൊരു മണ്ണിടിച്ചിലാണ് ആ ലോറി പോലും അത്രയും ഒഴുകിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്ന സമയത്ത് ഈ ടാങ്കർ ബ്ലാസ്റ്റ് കൂടി നടന്നു എന്നാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതും വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന് പൊടി പോലും കിട്ടുക? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ തരത്തിൽ ഈ വാർത്തകൾ ആളുകളെ അറിയിക്കുക എന്നുള്ളതാണ്. കാരണം ആളുകൾ ഇപ്പോഴും എന്താണ് ഏതാണ് എന്ന് അറിയാതിരിക്കുകയാണ്. പ്രത്യേകിച്ചും ആ വീട്ടുകാരുടെ അവസ്ഥയും നമ്മൾ മനസ്സിലാക്കണം. ഇത് എന്ത് തന്നെയാണെങ്കിലും ഏതെങ്കിലും ഒരു മീഡിയ ഇത് ഏറ്റെടുക്കണം. കൃത്യമായ ഒരു ജേർണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? എ ജേർണലിസ്റ്റ് ഷുഡ് നോ സംതിങ് അബൌട്ട് എവറിത്തിങ് ആൻഡ് എവറിത്തിങ് അബൌട്ട് സംതിങ്, ആൻഡ് ജേർണലിസ്റ്റ് ഷുഡ് ബി വെരി എത്തിക്കൽ. എന്തൊരു കാര്യത്തിനെയും വളരെ എത്തിക്കലായിട്ട് ആളുകളിലേക്ക് കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കണം, വളരെ ക്രെഡിബിൾ ഇൻഫർമേഷൻ കൊടുക്കണം. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ മറച്ചു വെക്കേണ്ടി വന്നേക്കാം. പക്ഷെ ആ മറച്ചു വെക്കേണ്ടി വന്നത് എന്തിന്, ഏതിന്, അല്ലെങ്കിൽ കൃത്യമായ ഇൻഫർമേഷൻ ആളുകളിലേക്ക് എത്തിക്കുക എന്നതും ഒരു ജേർണലിസം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റിന്റെ ഒരു ധർമ്മമാണ്. ആ ധർമ്മം നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ആ സർവൈവറുടെ ഓഡിയോ ക്ലിപ്സ്, 2 സർവൈവർ ഉണ്ട്. അതിൽ ഒരു സർവൈവറുടെ വീഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ಮಣ್ಣು ಬಿದ್ದಾದ್ರೆ ಆಮೇಲೆ ಮಣ್ಣು ಕೆಳಗೆ ಬಂತು, ಎಲ್ಲಿ ಹೊಳೆಗೆ ಬಂತು. ರೋಡಿಗೆ ಮಣ್ಣು ಬಿದ್ದ ಮೇಲೆ ಮತ್ತೊಂದು ಸ್ವಲ್ಪ ಬಂದೆ, ಆ ಮಣ್ಣು ಹಳ್ಳಕ್ಕೆ ಬಿತ್ತು. ಹಳ್ಳಕ್ಕೆ ಬಿದ್ದಾದ್ರೆ ಮತ್ತೊಂದು 5 ನಿಮಿಷದ ಮೇಲೆ ಇದು ಟ್ಯಾಂಕರ್ ಗಾಡಿ ಬಂತು. ಟ್ಯಾಂಕರ್ ಗಾಡಿ ಬಿದ್ದಾದ್ರೆ ಹಾಗೆ ಕರೆಂಟ್ ಲೈನು ಟ್ಯಾಂಕರ್ ಗಾಡಿ ಹಳ್ಳಕ್ಕೆ ಬಿದ್ದದ್ದೇ ಬ್ಲಾಸ್ಟ್ ಆಗಿ ಒಟ್ಟು ನೀರು ಈ ಸೈಡ್ ಬಂತು. ಈ ಸೈಡ್ ಬರಬೇಕಾದ್ರೆ ನಾವು ಓಡೋಬೇಕಂತ ಮಾಡ್ರೆ ಬಂದು ಹೊಡೆದೇ ಬಿಟ್ಟು ಸಿಕ್ಕಾಪಟ್ಟೆ ಫಾಸ್ಟ್ ಅಂದ್ರೆ ಸಿಕ್ಕಾಪಟ್ಟೆ ಫಾಸ್ಟ್ ಬಂತು. ನಮಗೆ ಬಂದ ನೀರು ಮನೆಯೆಲ್ಲ ಕೊಚ್ಚಿಗೋಬೇಕಾರೆ ಸಾಮಾನೆಲ್ಲ ಹೊಡೆದು ಮನೆ ಏನೂ ಇಲ್ಲ, ನೆಲ. സർവൈവർ
പറയുന്ന ഒരു കാര്യം എന്താണ്, ടാങ്കർ ബ്ലാസ്റ്റ് ആയിട്ടുണ്ട്, അത് അതിന്റെ ദൃക്സാക്ഷിയാണെന്ന് അവർ പറയുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് ആളുകൾ ഉണ്ട്, ഒരുപാട് സർവൈവേഴ്സ് ഇത് പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് കൃത്യമായി ഈ കാര്യം നമ്മുടെ മാധ്യമങ്ങൾ നമ്മളെ അറിയിക്കുന്നില്ല? നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചോദ്യം ചെയ്യണം. എന്തുകൊണ്ട് കൃത്യമായി ഇൻഫർമേഷൻ ആളുകളെ അറിയിക്കുന്നില്ല? ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ആളുകൾ അറിയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് ആളുകൾ അറിയുന്നില്ല. ഒരു പക്ഷെ അവർക്ക് അതിന്റെ പിന്നിൽ എന്തെങ്കിലും പൊളിറ്റിക്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ ഒരു ചിന്തയിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിന്റെ തീവ്രത ആളുകൾ ഇത്രമാത്രം അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം അവർ ഒരു പക്ഷെ ഇത് മറച്ചു വെക്കുന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കുക, ഇങ്ങനെയാണ് കാര്യങ്ങളുള്ളത്. എന്നിരുന്നാലും ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ ജിൽവ ജോൺസൺ, സൈനിങ് ഓഫ്.